നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ഈ മാധ്യമത്തിൽ കൂടി കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ കഴിഞ്ഞ എപ്പിസോഡുകൾ കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത എല്ലാ ദൈവമക്കൾക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ ഹൃദയംഗമായ സ്നേഹത്തെ അറിയിക്കുന്നു. നിങ്ങളുടെ ഓരോ ഷെയറും ഓരോ ലൈക്കും അനേക പ്രിയപ്പെട്ടവർക്ക് ഈ വിഷ്വൽ കാണുവാൻ കാരണമായി മാറുന്നു. അനേകർക്ക് പ്രയോജനമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സത്യവചനത്തിൻ്റെ പൊരുൾ തേടി ഒരു യാത്ര എന്ന തലക്കെട്ടോടുകൂടി ആരംഭിക്കപ്പെട്ട ദൈവവചന പഠനത്തിൻ്റെ രണ്ടാം പാഠത്തിലെ തിരുവെഴുത്തുകളുടെ വെളിപ്പാടുകളെയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അതിനകത്ത് പരിജ്ഞാനത്തിൽ വളരുക എന്ന തിരുവെഴുത്തിനോടുള്ള ബന്ധത്തിൽ രണ്ടാം പാഠത്തിലെ അപ്പോസ്തലനായ പൗലോസ്ലീഹ എഴുതിയ കൊലോസ്യ ലേഖനം അതിൻ്റെ 22-ാം അധ്യായം 20-ാമത്തെ വേദവാക്യം ഞാനിവിടെ വായിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളെ സംബന്ധിച്ചു മരിച്ചു എങ്കിൽ തിരുവെഴുത്തുകളെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായി പഠിക്കുന്നത്. അതിനകത്ത് മരിച്ചു ജീവിക്കുക എന്ന തിരുവെഴുത്തുകളുടെ വെളിപ്പാടിനോടുള്ള ബന്ധത്തിൽ പുതിയ നിയമസഭയോട് ദൈവവചനം പറഞ്ഞിരിക്കുന്ന മരണം, ആ മരണം നമ്മൾ ജീവിതത്തിൽ വിശ്വാസത്തിൽ കാണുകയും ആ മരണത്തെ നമ്മൾ ഏറ്റെടുക്കുകയും ചെയ്ത് ഒരു പുതിയ ക്രിസ്തീയ ജീവിതം നയിക്കണം എന്നുള്ളതായ ദൈവവചനത്തിൻ്റെ വെളിപ്പാടനുസരിച്ച് ഏതാണ് ആ മരണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് പഠിച്ചു വരുന്നത്. അതിനകത്ത് ഒന്നാമതായി ഒരു ദൈവമക്കൾ പരിജ്ഞാനത്തിൽ അറിഞ്ഞിരിക്കണം, വിശ്വാസത്തിൽ മരിപ്പിക്കേണ്ട കാര്യം, പാപസംബന്ധമായി മരിക്കുക എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ദൈവവചനം പഠിപ്പാൻ കർത്താവ് നമുക്ക് അവസരം തന്നു. പാപത്തിൻ്റെ 5 തലങ്ങളെ നമ്മൾ ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കാതെ തുടർന്നു. കഴിഞ്ഞ എപ്പിസോഡുകൾ അതായിരുന്നു. ആ പഠനം നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമാകട്ടെ. അങ്ങനെയെങ്കിൽ അനുദിനം പാപസംബന്ധമായി നമ്മുടെ ജഡത്തെ, നമ്മുടെ ദേഹിയെയും ദേഹത്തെയും അനുദിനം മരിപ്പിച്ച് കർത്താവിൻ്റെ മഹത്വം നമ്മുടെ ശരീരത്തിൽ ഏറ്റെടുത്ത് ഒരു പുതിയ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ പഠിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത് അതിൻ്റെ 2-ാമത്തെ പോർഷനാണ്. 2-ാമത്തെ പാർട്ടിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഇവിടെ പൗലോസ്ലീഹ വിശദീകരിക്കുന്നത് 2-ാമത്തെ ടോപ്പിക്കിൽ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളെ സംബന്ധിച്ച് മരിക്കുക എന്നതാണ്. കൊലോസ്യ ലേഖനം വായിക്കുമ്പോഴും ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം വായിക്കുമ്പോഴും ഈ തിരുവെഴുത്തുകളുടെ വെളിപ്പാടിനെ കുറിച്ച് നമുക്ക് പഠിക്കുവാൻ പറ്റും. ഇതിനെക്കുറിച്ച് പൗലോസ്ലീഹ വിശദീകരിക്കുന്നു. ഈ 2 ലേഖനങ്ങളിലും ഈ 2 അധ്യായങ്ങളിലായിട്ട് പൗലോസ്ലീഹ വിശദീകരിക്കുന്ന ചിന്ത നമ്മൾ ദൈവവചനത്തിൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ് നമുക്കതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ന്യായപ്രമാണം സംബന്ധിച്ച് മരിക്കുക. പൗലോസ്ലീഹ റോമാ ലേഖനം വിശദീകരിക്കുന്ന തിരുവെഴുത്തുകളുടെ പഠനത്തിൽ നമുക്ക് ആവർത്തിച്ച് മറ്റും ലേഖനങ്ങളിൽ കാണാൻ പറ്റുന്ന ഇപ്രകാരമാണ്. ആദ്യം യഹൂദന്, പിന്നെ യവനായന് എന്നീ പദം നമുക്ക് ആവർത്തിച്ച് പഠിക്കുവാൻ പറ്റുന്നതാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം യഹൂദന് എന്ന് പറയുന്നത് എന്താണ്? ആദ്യം ഇസ്രായേൽ ജനത്തിന്, പിന്നെ സകല ജാതികൾക്കും എന്നാണ് പൗലോസ്ലീഹ വിശദീകരിക്കുന്നത്. അപ്പോൾ ഈ 2 മര്യാദ പ്രകാരം, ലോകത്തിൻ്റെ ജാതീയ മര്യാദ പ്രകാരം നമ്മൾ മരിക്കുകയും വേണം. അതുപോലെ തന്നെ ന്യായപ്രമാണ സംബന്ധമായ യഹൂദ മര്യാദ പ്രകാരവും നമ്മൾ മരിക്കണം. പിന്നെ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, കൃപയുടെ മര്യാദ പ്രകാരമാണ് ഒരു ദൈവവൈദ്യൻ ജീവിക്കേണ്ടത് എന്നതാണ് വിശുദ്ധ വേദപുസ്തകം പുതിയ നിയമ സഭയ്ക്ക് തന്നിരിക്കുന്ന വെളിപ്പാട്. നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഭാഗം ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ, ലോകത്തിൻ്റെ ആദ്യ മര്യാദകൾ എന്നിത്യാദി കാര്യങ്ങളെ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു.
അതിനെക്കുറിച്ച് പൗലോസ് ലീഗ പറയുന്ന പ്രകാരം അത് മനസ്സിലാക്കിയില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം, ഒന്ന്, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വേദവാക്യം. എന്നാൽ 18-ാമത്തെ വേദവാക്യത്തിലേക്ക് വരുമ്പോൾ, ആരും നിങ്ങളുടെ ബിരുദ് നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, തത്വചിന്തകളും വെറും വഞ്ചനയും കൊണ്ട് ജനം നമ്മെ കവർന്നു കളയാൻ സാധ്യതയുണ്ട് എന്നും, അതുപോലെ തന്നെ നമ്മുടെ ബിരുദിനെ നഷ്ടപ്പെടുത്താൻ ഇടയായിത്തീരാൻ സാധ്യതയുണ്ട് എന്ന് 2 മുന്നറിയിപ്പുകളാണ് ഈ ലേഖനത്തിനകത്ത്, ഈ അധ്യായത്തിനകത്ത് പൗലോസ് ലീഗ വിശദീകരിക്കുന്നത്. ഒന്ന്, നമ്മെ കവർന്നു കളയാൻ ഇടയുണ്ട്. 2, നമ്മുടെ ബിരുദിനെ നഷ്ടപ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തെ വളരെ ഗൗരവമായി പഠിക്കണമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മോട് പ്രബോധിപ്പിക്കുന്നു. ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളെ സംബന്ധിച്ച് അനവധി വിഷയങ്ങൾ നമുക്ക് കോർത്തിണക്കി പഠിക്കുവാൻ തിരുവഴുത്തിൽ നമുക്ക് തരുന്ന വെളിപ്പാടുകളുണ്ട്. പൊതുവെ ലോകത്തിലെ ചില ആദ്യ പാഠങ്ങളെ ഞാനൊന്ന് പ്രാരംഭഘട്ടത്തിൽ ഒന്ന് വെളിപ്പെടുത്തുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളെ സംബന്ധിച്ച് പ്രധാനമായ 3 ചിന്തകളെയാണ് ഞാനിവിടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, പണമുണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ കഴിയുകയുള്ളൂ. 2, വിദ്യാഭ്യാസമുണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ കഴിയുകയുള്ളൂ. 3, നിറത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ആ ജാതീയ വ്യവസ്ഥിതികൾ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ കഴിയുകയുള്ളൂ, സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്ന ലോകത്തിൻ്റെ ആദ്യ പാഠത്തിൽ ഒരു ദൈവവൈതൽ മനസ്സിലാക്കേണ്ടത്, ഈ തലത്തിൽ ലോകത്തിൻ്റെ പാഠത്തിൽ നിന്നും ഒരു ദൈവവൈതൽ മരിക്കണം. പിന്നെ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുന്നത് എന്താണ്? എൻ്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും. അങ്ങനെയെങ്കിൽ പുതിയ നിയമസഭയിലെ ദൈവമക്കളോട് പ്രബോധിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: നമ്മൾ ജീവിക്കേണ്ടത് വിശ്വാസത്താലാണ്. വിശ്വാസത്താൽ മാത്രമാണ് നമുക്ക് മുൻപോട്ട് കാൽച്ചുവടുകൾ വയ്ക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ബൈബിൾ വിശദീകരിക്കുന്നു. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. തിരുവഴുത്തിൻ്റെ വെളിപ്പാടിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പണമുണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്ന ചിന്ത. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം, പണം നമുക്ക് ആവശ്യമാണ്, ധനം നമുക്ക് ആവശ്യമാണ്. എന്നാൽ ധനമില്ലെങ്കിലും പണമില്ലെങ്കിലും ഒരു ദൈവവൈദ്യനോടുള്ള ബന്ധത്തിൽ ബൈബിൾ വിശദീകരിക്കുന്ന ഇപ്രകാരമാണ്: സ്തോത്രം, എൻ്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും എന്നതാണ്. അങ്ങനെയെങ്കിൽ തിരുവഴുത്തുകളുടെ വെളിപ്പാടുകളിലേക്ക് നമുക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് പൗലോസ് ലീഗ വിശദീകരിക്കുന്ന ഇപ്രകാരമാണ്: ലോകത്തിൽ സ്തോത്രമല്ല, ഈ ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ വേണ്ടി ദൈവം ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ബോക്ഷത്വമായതിനെ തിരഞ്ഞെടുത്തു. ലോകത്തിൽ ഒന്നും ഇല്ലാത്തതിനെ ദൈവം തിരഞ്ഞെടുക്കുവാനുള്ള കാരണം, ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ പ്രശംസിപ്പാൻ ഇടവരുകയില്ല. കാരണം ദൈവത്തിലുള്ള വിശ്വാസത്താൽ മാത്രമാണ് നിത്യരാജ്യ പ്രവേശനമെന്ന് ബൈബിൾ വിശദീകരിക്കുന്നു. തിരുവഴുത്തുകളിലെ പഠനത്തിലേക്ക് വരുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ അരുമനാഥനായ കർത്താവ് ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് നമുക്ക് തരുന്ന വെളിപ്പാട്? മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം എന്നറിയപ്പെടുന്ന അധ്യായത്തിൽ 6-ാം അധ്യായം നാം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇപ്രകാരമാണ്. 6-ാം അധ്യായം അതിൻ്റെ സ്തോത്ര 19-ാം വാക്യം മുതൽ താഴോട്ട് നാം വായിച്ചു വരുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പഠിക്കുന്നത്: നിങ്ങളുടെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ കണ്ണും ഹൃദയവും ഇരിക്കും. ഭൂമിയിലെ ധനത്തെ സ്വരൂപിച്ചു വെക്കുന്നത് പുഴുവരിക്കുന്നതും ചെതലെടുക്കുന്നിടത്തും കള്ളന്മാരാൽ മോഷ്ടിക്കപ്പെടുന്നതുമാകുന്ന സ്ഥലത്താണ് നമ്മുടെ നിക്ഷേപം നമ്മൾ സ്വരൂപിക്കുന്നത്. എന്നാൽ ഒരു ദൈവവൈദ്യനോടുള്ള ബന്ധത്തിൽ
ഇവിടെയല്ല നിങ്ങളുടെ നിക്ഷേപം വർദ്ധിപ്പിക്കേണ്ടത്, സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം വർദ്ധിപ്പിപ്പിൻ എന്ന് കർത്താവ് പഠിപ്പിച്ച് മുമ്പോട്ട് വരുമ്പോൾ അതിൻ്റെ 24-ാമത്തെ വേദവാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്ന ഇപ്രകാരമാണ്: 2 യജമാനന്മാരെ സേവിക്കുവാൻ കഴിയുകയില്ല. ഏതാണ് 2 യജമാനന്മാർ? 1 മാമോനും, 2 ദൈവവും. ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കുവാൻ കഴിയുകയില്ല, സ്നേഹിക്കുവാൻ കഴിയുകയില്ല. ഒന്നിനെ തള്ളി മറ്റൊന്നിനെ ചേർത്തെങ്കിൽ മാത്രമേ ജീവിക്കുവാൻ കഴിയുകയുള്ളൂ എന്നാണ് കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത്. എന്താണ് മാമോൻ? ബൈബിൾ വിശദീകരിക്കുമ്പോൾ ഇവിടെ പഠിക്കുന്ന ഭാഗത്തോടുള്ള ബന്ധത്തിൽ മാമോൻ എന്ന് പറയപ്പെടുന്ന വിഷയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ധനത്തെയാണ് കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്തോത്രം. ആ ധനം ഏത് തലത്തിലുമാകാം. ഈ ഭൂമിയിലെ ധനത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്രകാരമാണ്: ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതിന് ദൈവം കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ, സ്തോത്രം, ധനം സമ്പാദിക്കുവാൻ വേണ്ടി നൽകിയിരിക്കുന്ന മൂലകങ്ങളുണ്ട്. അത് സ്വർണ്ണ നാണയങ്ങളാകാം, വെള്ളി നാണയങ്ങളാകാം, ചെമ്പ് നാണയങ്ങളാകാം, സ്തോത്രം, ഇരുമ്പ് കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളാകാം, മറ്റേതുമാകട്ടെ എല്ലാ വസ്തുക്കളും ധനത്തിൽ ഉൾപ്പെടുന്നു. എന്നാൽ മൂല്യം നമ്മൾ എന്തിനാണോ കൊടുക്കുന്നത് അത് ധനമായി മാറപ്പെടുന്നു. മൂല്യമുള്ള എന്തും ധനമായി മാറപ്പെടുന്നു. അത് മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമായ കാര്യമാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നു. ഒന്നാമതായി, നമുക്ക് നല്ല ആഹാരം കഴിക്കണമെങ്കിൽ, നല്ല വസ്ത്രം ധരിക്കണമെങ്കിൽ, ഈ ഭൂമിയിൽ, സ്തോത്രം, സുഖ സൗകര്യത്തോടുകൂടി ജീവിക്കണമെങ്കിൽ പണം ആവശ്യമാണ്. എന്നാൽ കർത്താവ് നമ്മോട് പറയുന്ന ഇപ്രകാരമാണ്: പണത്തെ അതിൻ്റെ നിലയിൽ നമ്മൾ നിർത്തിയില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ കെണിയായി നമ്മുടെ വിരുദിനെ നഷ്ടപ്പെടുത്തുവാൻ സാധ്യതയുണ്ട് എന്ന് കർത്താവ് നമ്മോട് പഠിപ്പിക്കും. നമ്മുടെ ജീവിതത്തിലെ വിരുദിനെ നഷ്ടപ്പെടുത്തി കളയുവാൻ ഈ പണത്തിന്, ധനത്തിന് സ്വാധീനതയുണ്ട്. അതുകൊണ്ട് അത് അപകടകാരിയാണ് എന്നതിനെക്കുറിച്ച് കർത്താവ് ഇവിടെ നമ്മോട് പ്രബോധിപ്പിക്കുകയാണ്, നമ്മെ പഠിപ്പിക്കുകയാണ്. നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, സാത്താനെയും ദൈവത്തെയും ആരെ വേണം എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരേ സ്വരത്തോടു കൂടെ പറയും: ദൈവത്തെ മതി. കാരണം സ്തോത്രം, സാത്താൻ എന്ന സങ്കല്പത്തെ നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല. ബൈബിൾ വിശദീകരിക്കുന്ന സാത്താന്റെ സ്വരൂപത്തെയും സാത്താന്റെ സ്വഭാവത്തെയും, വഞ്ചകനായ, കള്ളനായ സാത്താനെക്കുറിച്ച് ബൈബിൾ വിശദീകരിക്കുമ്പോൾ അവൻ സർവ്വവ്യാപിയല്ല, സർവജ്ഞാനിയല്ല, ദൈവത്തിൻ്റെ ഒരു ദൂതൻ മാത്രമാണ്. അവൻ വാഴ്ച കാത്തുകൊള്ളാത്തത് കൊണ്ട്, അവൻ്റെ ഹൃദയത്തിനകത്ത് നിഗളം വർദ്ധിച്ചത് കൊണ്ട് ദൈവം വെട്ടിത്താഴെയിട്ടപ്പെട്ട, സ്തോത്രമല്ലേലൂയ, അരുണോദയ പുത്രനായ ശുക്രനാണ്, സ്തോത്രമല്ലേലൂയ, സാത്താൻ എന്ന് ബൈബിൾ വിശദീകരിക്കുന്നു. ദൈവത്തിൻ്റെ വെറുമൊരു ദൂതനാണ്. എന്നാൽ ആ ദൂതൻ, സ്തോത്രമല്ലേലൂയ, മനുഷ്യനിൽ, സ്തോത്രം ഹല്ലേലൂയ, ധനത്തിൻ്റെതായ നല്ലൊരു ചിന്തകൾ കൊണ്ടിട്ട് മനുഷ്യനെ വഞ്ചിക്കുവാൻ സാധ്യതയുള്ളത് കൊണ്ട് കർത്താവ് ഇവിടെ പറയുന്ന പ്രകാരമാണ്: ധനത്തെ സ്നേഹിക്കരുത്, ധനത്തിനെ സേവിക്കരുത്, ധനത്തിനു വേണ്ടി നെട്ടോട്ടമോടരുത്. നമ്മൾ, സ്തോത്രം, എന്തിനെയാണ് സേവിക്കേണ്ടത്, എന്തിനെയാണ് ആരാധിക്കേണ്ടത്, എന്തിനെയാണ് സ്നേഹിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ ദൈവവചനം നമ്മോട് പറയുന്ന ഇപ്രകാരമാണ്: സ്തോത്രമല്ലേലൂയ, മാമോനെ സ്നേഹിച്ചാൽ നീ അപകടത്തിലാണ്. നിനക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ആയതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പണം വേണമോ, ദൈവം വേണമോ, ധനം വേണമോ, ദൈവം വേണമോ എന്ന് ചോദിച്ചാൽ നമ്മൾ, സ്തോത്രം, ഏത് തിരഞ്ഞെടുക്കും? നമ്മൾ ഒന്ന് വിലയിരുത്തി പഠിക്കണം. ഈ കോവിഡ് കാലഘട്ടത്തിൽ, സ്തോത്രമല്ലേലൂയ, ജീവിതത്തിൽ സാഹചര്യങ്ങൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത സ്ഥിതിയിലാണ് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നത്. ഇവിടെയാണ് ദൈവത്തെ വേണമോ, സ്തോത്രമല്ലേലൂയ, പണത്തെ വേണമോ? സ്തോത്രം, ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന, ദൈവത്തിന് കൊടുക്കേണ്ടതായ സമയം നമ്മൾ ധനത്തിന് കൊടുക്കുന്നു എങ്കിൽ, സ്തോത്രമല്ലേലൂയ, ദൈവത്തെ നിങ്ങൾക്ക് സേവിക്കുവാൻ കഴിയുകയില്ല. സ്തോത്രം, ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ അപകടം, ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ അപകടം എന്ന് പറയുന്നത്,
സ്തോത്രം. ഹല്ലേലൂയ. ആരാധന സമയത്തായിരിക്കും ഒരു ധനത്തിൻ്റെതായ വഴി തുറന്നു വരുന്നത്. സ്തോത്രം. 1,00,000 രൂപ ഹല്ലേലൂയ ലഭിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ വരുമ്പോൾ, 1 കോടി രൂപ ലഭിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ വരുമ്പോൾ, സ്തോത്രം. ഹല്ലേലൂയ. നാം എടുക്കുന്ന നിലപാട് ഏതായിരിക്കും? ആരാധനയ്ക്കാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, അതോ ജോലിക്കാണോ? സ്തോത്രം. അതോ പണത്തിനാണോ, അതോ വിദ്യാഭ്യാസത്തിനാണോ? ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അപകടം എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ആരാധനക്കാരൻ പോലും ആരാധന മുടക്കി, സ്തോത്രം, ഹല്ലേലൂയ, പണസമ്പാദത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന ഒരു സാഹചര്യം. സ്തോത്രം. ഹല്ലേലൂയ. വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങൾ ആരാധന സമയത്ത് പോലും ആരാധനയിൽ കാണാൻ കഴിയാതെ, സ്തോത്രം, നെട്ടോട്ടം ഓടുന്നു. എന്തിന്? സ്തോത്രം. ബൈബിൾ വിശദീകരിക്കുന്ന പ്രകാരമാണ്. നമ്മൾ ഈ നെട്ടോട്ടം ഓടുന്ന എന്തിനാണ്? സ്തോത്രം. പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട്, നല്ലൊരു വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നാം ഓടുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തെ ത്യജിച്ച് കളഞ്ഞിട്ടാണ് നമ്മൾ, സ്തോത്രം, ഇതിൻ്റെ പുറകാലെ ഓടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സ്തോത്രം. കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്ന ഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. സ്തോത്രം. ഇവിടെ കർത്താവ് പറഞ്ഞ പ്രകാരമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കും എന്ന് നിങ്ങളുടെ ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. നമ്മൾ ഈ പണത്തെയും ധനത്തെയും നമ്മൾ ആശ്രയിക്കാതെ, സ്തോത്രം, നമ്മുടെ ആ ജീവിതത്തിൽ ആവശ്യമാണ്. എന്നാൽ ആശ്രയം വെക്കേണ്ടത്, സ്തോത്രം, ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്രയം വെക്കുന്നത്, ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്നത് എന്തിനാണോ അതിനാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. അതുകൊണ്ട് ബൈബിൾ നമ്മോട് വിശദീകരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ പ്രകാരമാണ്, ഇത് എന്തുടുക്കും എന്ത് തിന്നും എന്നുള്ള ചിന്ത നമ്മൾ വിചാരപ്പെടുന്നത് കൊണ്ടാണ് ഇതിലേക്ക് നമ്മൾ ഓടുന്നത് എന്നതാണ് കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത്. എന്നാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അധ്വാനിക്കണം. സ്തോത്രം. ഉടുപ്പ് വേണ്ടേ? വേണം. ആഹാരം വേണ്ടേ? വേണം. എന്നാൽ പ്രാധാന്യം ദൈവത്തിനാകണം എന്നാണ് കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത്. കർത്താവ് പറഞ്ഞ പ്രകാരമാണ്, വാനിലെ പറവകളെ നോക്കുവിൻ. സ്തോത്രം. ഹല്ലേലൂയ. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നദിയിലെ താഴ്വരയിലെ താമരയെ നോക്കുവിൻ. ഹല്ലേലൂയ. അവ വിതയ്ക്കുന്നില്ല, സ്തോത്രം, ഹല്ലേലൂയ, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല. സർവശക്തനായ ദൈവം അവയെ പുലർത്തുന്നല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിങ്ങൾ എത്ര വിശേഷത ഏറിയവർ ആകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. രാവിലെ എണീച്ച്, സ്തോത്ര, പറവകൾ അതിൻ്റെ ആഹാരം തേടി പോകുമ്പോൾ അതിൻ്റെ ആഹാരം ദൈവം അതാത് സമയത്ത് കൊടുക്കുന്നെങ്കിൽ, മനുഷ്യരായ ദൈവത്തിൻ്റെ, സ്തോത്രമല്ലേ, കൈവേലയായ അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതായ നിങ്ങൾക്ക് എത്രയധികം നിങ്ങളെ പുലർത്തും എന്ന് നമ്മൾ, സ്തോത്രം, മനസ്സിലാക്കണം, ചിന്തിക്കണം. സ്തോത്രം. അതുകൊണ്ട് ഈ ലോകത്തിലെ ആഹാരത്തിനു വേണ്ടി വിചാരപ്പെടരുത്, ഈ ലോകത്തിലെ വസ്ത്രത്തിന് വേണ്ടി വിചാരപ്പെടരുത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ കോവിഡ് കാലഘട്ടത്തിൽ, സ്തോത്രം, ഹല്ലേലൂയ, ഉപജീവന മാർഗം നഷ്ടപ്പെട്ട്, സ്തോത്രം, ഹല്ലേലൂയ, ജോലി നഷ്ടപ്പെട്ട്, സ്തോത്രം, ആഹാരത്തിനു വേണ്ടി അലയപ്പെട്ട എത്രയോ പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടു. എന്നാൽ സ്തോത്രം, ദൈവമക്കൾ അവിടങ്ങളിലായി ദൈവത്തെ നിലവിളിക്കുന്ന പ്രിയപ്പെട്ടവർ ഒന്ന് തിരിഞ്ഞു പുറകിലോട്ട് നോക്കിയേ. സ്തോത്രം. ഹല്ലേലൂയ. അധ്വാനത്തിൽ കടന്നു പോകാത്ത എത്രയോ ദിവസങ്ങൾ, എത്രയോ മാസങ്ങൾ, സ്തോത്രം, നിങ്ങൾ പിന്നിടപ്പെട്ടു ഇതിനകത്ത്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളൊന്ന് പുറകിലോട്ട് ചിന്തിച്ച് നോക്കിയേ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളെ പുലർത്തിയ, എന്നെയും നിങ്ങളെ പുലർത്തിയ ഒരു ദൈവമില്ലേ? സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ അധ്വാനിച്ചിട്ടാണോ, നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണോ? സ്തോത്രം. അന്നത്തിന് മുട്ടുവരുത്താതെ, വസ്ത്രത്തിന് മുട്ടുവരുത്താതെ ദൈവം നമ്മെ പരിപാലിച്ചില്ലേ? അതൊന്ന് ഓർത്ത് നോക്കിയേ, ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഈ കോവിഡ് കാലഘട്ടത്തിൽ ഒന്ന് പുറകിലോട്ട് ദൈവദാസന്മാരോടുള്ള ബന്ധത്തിൽ ഞാൻ, ഹല്ലേലൂയ, രുചിച്ചറിയപ്പെടുന്ന ഒരു, സ്തോത്രം, ഹല്ലേലൂയ, അനുഭവം ഞാൻ പറയാം. സമ്പത്ത്, സ്തോത്രം, വേണം. ഹല്ലേലൂയ. ആഹാരം വേണം. പലരും ചോദിക്കുന്ന ചോദ്യമാണ്, എങ്ങനെയാണ് പാസ്റ്റർ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്? എങ്ങനെയാണ്, സ്തോത്ര, കാര്യങ്ങൾ നടന്നു പോകുന്നത്? സ്തോത്ര, ആരാധന ആലയത്തിലില്ല. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ എങ്ങനെയാണ് മുമ്പോട്ട് കടന്നു പോകുന്നത്? എനിക്ക് ഒറ്റ വാക്കിൽ പറയാൻ ഒരു കാര്യമേ ഉള്ളൂ, പുലർത്തുന്നത് ദൈവമായതുകൊണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓരോ ദിവസവും ദൈവം
വഴി നടത്തുന്നത് എത്രയോ ശ്രേഷ്ഠകരമായിട്ടാണെന്നറിയാമോ? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഈ പകൽക്കാലം സ്തോത്രമല്ലല്ലോ നമുക്കെല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു നല്ല ഗുഡ് ന്യൂസ് ആണ്. പുലർത്താൻ ഒരു ദൈവമുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം, നിങ്ങൾ നിങ്ങളുടെ വീടിനെ പുലർത്തിയാൽ എത്രത്തോളം പുലർത്തും? സ്തോത്രമല്ലേലൂയ. എന്നാൽ ദൈവമാണ് നിങ്ങളുടെ ജീവിതത്തെ പുലർത്തിയാൽ സ്തോത്രം ഒന്നിനും മുട്ടുവരുത്താതെ വണ്ണം ദൈവം നമ്മെ പരിപാലിക്കും. ആ ദൈവത്തിൻ്റെ കൃപയോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ കർത്താവ് പറഞ്ഞ പ്രകാരമാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട. സ്തോത്രം. ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ന് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഇവയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. സ്തോത്രമല്ലേലൂയ. ഇവിടെ വായിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്. സ്തോത്രമല്ലേലൂയ. വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതാകുന്നു. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുത് ആകുന്നു. അങ്ങനെയെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആഹാരം കഴിച്ചാൽ മാത്രമേ നമ്മുടെ വിശപ്പ് അടങ്ങുകയുള്ളൂ. എന്നാൽ ഞാൻ എൻ്റെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയും, സ്തോത്രം, നമ്മുടെ കർത്താവ് സ്തോത്രം ഈ ബൈബിളിൽ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇപ്രകാരമാണ്. സ്തോത്രം, പുലർത്തുന്ന ദൈവത്തെ. സ്തോത്രം, എത്ര പേർക്ക് പരിചയമുണ്ട് സ്തോത്രം പുലർത്തുന്ന ദൈവത്തെ? സ്തോത്രമല്ലേലൂയ. ബൈബിളിൽ നമ്മൾ പഠിക്കുമ്പോൾ അക്കമിട്ട് പഠിക്കാൻ പറ്റും. സ്തോത്രമല്ലേലൂയ. പുലർത്തുന്ന ദൈവം, കാക്കയെ കൊണ്ട് പുലർത്തുന്ന ദൈവം, വിധവയെ കൊണ്ട് പുലർത്തുന്ന ദൈവം. സ്തോത്രമല്ലേലൂയ, ഹല്ലേലൂയ. ധനവാനെ കൊണ്ട് പുലർത്തുന്ന ദൈവം, ദരിദ്രനെ കൊണ്ട് പുലർത്തുന്ന ദൈവം. അങ്ങനെ തുടങ്ങി പുലർത്തുന്ന ദൈവത്തിൻ്റെ ഒരു വലിയ ലിസ്റ്റ് നമുക്ക് പഠിക്കാൻ പറ്റും. ആയതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്ക് പറയാൻ പറ്റുന്നത് ഇപ്രകാരം തന്നെ. ദൈവം എന്നെയും എൻ്റെ കുടുംബത്തെയും പുലർത്തിയ ഓരോ 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 സംഭവങ്ങൾ എടുത്ത് എണ്ണി പറഞ്ഞാൽ അത് വർണ്ണിക്കാൻ ആകാത്ത നിലയിലുള്ള സ്തോത്രമല്ലൊരു എത്രയോ സംഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. എന്നാൽ അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. സ്തോത്രമല്ലൊരു വിശന്നിരുന്ന സമയത്ത് കാക്കയെ കൊണ്ട് ആഹാരം തന്ന് പുലർത്തിയ ദൈവം, വിധവയെ കൊണ്ട് ആഹാരം തന്ന് പുലർത്തിയ ദൈവം, ധനികനെ കൊണ്ട് ആഹാരം തന്ന് പുലർത്തിയ ദൈവം, ദരിദ്രനെ കൊണ്ട് ആഹാരം തന്ന് പുലർത്തിയ ദൈവം, പുലർത്താൻ വേണ്ടി ദൈവം സ്തോത്രം ആക്കി വെച്ചിരിക്കുന്ന അതാത് സമയങ്ങളിൽ ദൈവം ഓരോരുത്തരെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു. ഇന്ന് എനിക്ക് സ്തോത്രം ആഹാരം തരുവാൻ ഒരാളെ, ഇന്ന് എൻ്റെ ഇന്ന കാര്യത്തിന് വേണ്ടി ഒരാളെ. എൻ്റെ ദൈവം സ്തോത്ര കാലമുണ്ടാകുന്നതിന് മുമ്പേ തൻ്റെ ഡയറിയിൽ കുറിച്ച് വെക്കപ്പെട്ട സ്ക്രിപ്റ്റിൻ്റെ ഹല്ലേലൂയ തുടർ കഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിൽ സ്തോത്രം ഞാൻ എന്തുടുക്കണമെന്നും ഞാൻ എന്ത് ഭക്ഷിക്കണമെന്നും ഞാൻ സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ എന്ത് ഞാൻ ധരിക്കണമെന്നും എന്ത് കുടിക്കണമെന്നും എന്ത് കഴിക്കണമെന്നും ഏത് വാഹനത്തിൽ സഞ്ചരിക്കണമെന്ന് എൻ്റെ ഉടമസ്ഥൻ സ്തോത്രം പുലർത്താമെന്ന് പറഞ്ഞവൻ സകലതും ക്രമീകരിച്ചിരിക്കുന്നെങ്കിൽ ഞാനും നിങ്ങളും വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം, ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത് സ്തോത്രം ഹല്ലേലൂയ വിശപ്പിനാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്. സ്തോത്രം എത്രയോ നാളുകൾ, എത്രയോ ദിവസങ്ങൾ സ്തോത്രം ഹല്ലേലൂയ വിശപ്പ് എന്താണെന്ന് മനസ്സിലാക്കപ്പെട്ട പ്രിയപ്പെട്ടവർ ചിലരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടാകാം. വിശപ്പ് എന്താണെന്ന് മനസ്സിലാക്കപ്പെട്ടവർ, വസ്ത്രമില്ലായ്മ എന്താണെന്ന് മനസ്സിലാക്കപ്പെടുന്ന ചിലരെങ്കിലും എന്നെ വീക്ഷിക്കുന്നുണ്ടാകാം. അവരോടൊന്ന് ചോദിച്ചു നോക്കണം, നല്ലൊരു വസ്ത്രത്തിന് വേണ്ടി, നല്ലൊരു ആഹാരത്തിന് വേണ്ടി സ്തോത്രം ഹല്ലേലൂയ ജീവിതത്തിൽ സ്തോത്രം ഹല്ലേലൂയ കണ്ണുനീർ ഒഴുക്കപ്പെട്ടതായ സാഹചര്യങ്ങൾ, അവരുടെ നടുവിൽ ദൈവം ഒരുക്കി കൊടുത്ത കരുതലുകളെ, ദൈവം പുലർത്തിയതായ നന്മകളെ ഒന്ന് സ്തോത്രം ഹല്ലേലൂയ പറഞ്ഞാൽ വാതോരാതവണ്ണം പറയുവാൻ അനവധി സംഭവങ്ങളുണ്ട്. എന്നാൽ മറ്റൊരു ഭാഗം ബൈബിൾ വിശദീകരിക്കുന്നത്, പ്രിയമുള്ളവരെ, വിശപ്പ് സ്തോത്രം ഉണ്ടായിട്ട് സ്തോത്ര ഹല്ലേലൂയ കഴിക്കാൻ ആഹാരമില്ലാതിരുന്നപ്പോൾ പ്രാർത്ഥിച്ച് സ്തോത്രം ഹല്ലേലൂയ കിടന്നുറങ്ങിയപ്പോൾ വിശപ്പില്ലാതായി മാറപ്പെട്ട എത്രയോ സംഭവങ്ങൾ. സ്തോത്രം പച്ചവെള്ളം പ്രാർത്ഥിച്ച് കുടിച്ചപ്പോൾ നല്ല സ്തോത്രം നല്ല ബിരിയാണി കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടായിരുന്ന
എത്രയോ ദിനരാത്രങ്ങൾ. അത് എന്തെന്ന് ചോദിച്ചാൽ, ആ ടേസ്റ്റ് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയും, എന്നോട് പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ കൂടി സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞൊരു ഭാഗം ഇങ്ങനെയാണ്. സ്തോത്രം, വിശപ്പിൻ്റെ കാഠിന്യത വരുമ്പോൾ വിശപ്പില്ലാതെയാക്കി തന്നാൽ നിനക്ക് ആഹാരം വേണമോ? സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ദൈവത്തോട് മറുപടി പറഞ്ഞ പ്രകാരമാണ്, കർത്താവേ, എനിക്ക് സ്തോത്രം, വിശപ്പിന് ആഹാരം കിട്ടിയില്ലെങ്കിലും എനിക്ക് ബുദ്ധിമുട്ടില്ല. വിശപ്പിന് സഹിക്കുവാനുള്ളതായ, അതിന് വിശപ്പില്ലാതെയാക്കി തരുന്ന ഒരു ദൈവകൃപ എനിക്ക് ഉണ്ടെങ്കിൽ സ്തോത്രം, അതാണ് എനിക്ക് മതിയെന്ന് ചിന്തിക്കുന്ന ഒരു തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് എന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ നടത്താണ്ടായി തീർന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഞാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയും, ആഹാരം ജീവിതത്തിൽ ആഹാരം ഇല്ലാതിരിക്കുന്ന കാലഘട്ടത്തിൽ, വിശപ്പിൻ്റെ കാഠിന്യതയുള്ള കാലഘട്ടത്തിൽ വിശപ്പ് മാറ്റി തന്നാൽ നമ്മൾ ആഹാരത്തിന് വേണ്ടി വിചാരപ്പെടേണ്ട ആവശ്യമില്ല, വസ്ത്രത്തിന് വേണ്ടി വിചാരപ്പെടേണ്ട ആവശ്യമില്ല, വെള്ളത്തിന് വേണ്ടി വിചാരപ്പെടാൻ ആവശ്യമില്ല. കർത്താവ് അതാണ് നമ്മോട് പറയുന്നത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട. സ്തോത്രം, വിശപ്പ് വരാതെ ഞാൻ നിന്നെ പുലർത്താമെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, വസ്ത്രം ജീർണിക്കാതെ ഞാൻ നിന്നെ പുലർത്താമെങ്കിൽ, ആ പുലർത്തുന്ന ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ, ഇസ്രായേൽ ജനത്തോട് ഒന്ന് തിരിഞ്ഞു ചോദിക്ക്. സ്തോത്രം, 40 കൊല്ലം സ്തോത്രം അവർ നടന്നിട്ട് അവരുടെ ചെരുപ്പ് തേഞ്ഞു പോയില്ല. 40 കൊല്ലം നടന്നിട്ട് അവരുടെ വസ്ത്രം മുഷിഞ്ഞു പോയില്ല. അവരുടെ വളർച്ചയ്ക്കനുസൃതമായി സ്തോത്രം, ഹല്ലേലൂയ, ദൈവം അവരെ പുലർത്തിയെങ്കിൽ, ഞാൻ പുലർത്തുന്ന ഒരു ദൈവത്തെ എത്ര പേർക്ക് ആവശ്യമുണ്ട്? നിന്റെ വിശപ്പ് മാറ്റിത്തരുന്ന, ഹല്ലേലൂയ, പുലർത്തുന്ന ദൈവം, നിന്റെ നഗ്നത മാറ്റിത്തരാൻ കഴിയുന്നൊരു ദൈവം, ആ ദൈവത്തെയാണ് ഇന്ന് പകൽ വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പ്രബോധിപ്പിക്കുന്നു. പുലർത്താമെന്ന് പറഞ്ഞത് ദൈവമെങ്കിൽ സ്തോത്രം, മാമോനല്ല വലുത്, ദൈവമാണ് വലുത്. ആയതുകൊണ്ട് മാമോനെയാണ് നിങ്ങൾ വലുതായിട്ട് കാണുന്നെങ്കിൽ, സ്തോത്രം, നിങ്ങളുടെ ജോലിയാണ് നിങ്ങൾ വലുതായിട്ട് കാണുന്നെങ്കിൽ, നിങ്ങളുടെ ധനത്തെയാണ് നിങ്ങൾ വലുതായിട്ട് കാണുന്നെങ്കിൽ, സ്തോത്രം, നിങ്ങൾ വിചാരപ്പെടും, ഈ ഭൂമിയിൽ നിങ്ങൾ വിചാരപ്പെടും. എന്നാൽ ദൈവമാണ് നിങ്ങളെ പുലർത്തുന്നെങ്കിൽ, ആ ദൈവത്തിലാണ് നിങ്ങൾ ആശ്രയം വയ്ക്കുന്നെങ്കിൽ, ആ ദൈവത്തെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് എങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, പുലർത്തുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പൗലോസ്ലീഹ വിശദീകരിക്കുന്ന ഭാഗത്തേക്ക് ഒന്ന് വരട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. ഈ ലോകം പറയും പണമുണ്ടെങ്കിൽ ജീവിക്കാൻ കഴിയുകയുള്ളൂ. സ്തോത്രം, ദൈവമക്കളോട് ദൈവവചനം പറയുന്നു പണമുണ്ടെങ്കിൽ ജീവിക്കാമെന്നല്ല. സ്തോത്ര, ആ ചിന്താഗതിയെ മരിപ്പിച്ചിട്ട് ഓരോ ദിവസവും ഒരു ദൈവ പൈതൽ പറയണം, ഞാൻ വിശ്വാസത്തിൽ ജീവിക്കും. ഇന്ന് എന്നത് എൻ്റെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ദിവസമെങ്കിൽ ആ ദൈവം എന്നെ പുലർത്തും എന്നതിനെക്കുറിച്ച് എനിക്ക് നല്ലൊരു ഉറപ്പ് വേണം. അങ്ങനെ ലോകം പറയും പണമാണ്, ഹല്ലേലൂയ, ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ സ്തോത്രം, ദൈവ പൈതൽ പറയണം, ഇല്ല, ദൈവമുണ്ടെങ്കിൽ മാത്രമേ ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം, ഒന്നാമത്തെ ചിന്ത. രണ്ടാമത്തെ ചിന്ത, സ്തോത്രം, ലോകം പഠിപ്പിക്കുന്ന ഒരു ഭാഗം ഇപ്രകാരമാണ്, ലോകത്തിൻ്റെ പാഠം ഇപ്രകാരമാണ്, വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ ജീവിക്കാൻ കഴിയുകയുള്ളൂ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവര്, വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ലോകം പറയുമ്പോൾ ബൈബിൾ നമ്മോട് പറയുന്നത്, ജ്ഞാനിയെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ സ്തോത്രം ബലഹീനമാകപ്പെട്ടതിനെ തിരഞ്ഞെടുത്തു. സ്തോത്രം. അങ്ങനെയെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്താണ് വിദ്യാഭ്യാസം? എന്തിനാണ് ദൈവം സ്തോത്ര വിദ്യാഭ്യാസം ഈ ഭൂമിയിൽ തന്നിരിക്കുന്നത്? അല്ലെങ്കിൽ ഭാഷ എന്തിനാണ്? സ്തോത്രം, എന്തിനാണ് അക്ഷരം? എന്തിനാണ് വിദ്യാഭ്യാസം? എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ലോകത്തിലെ പ്രിയപ്പെട്ടവർ, സ്തോത്രം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം എന്തിനാണ് വിദ്യാഭ്യാസം തന്നിരിക്കുന്നത്. സ്തോത്രം, അല്ലെങ്കിൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഭാഷ എന്തിനാണ് തന്നിരിക്കുന്നത്? അന്യോന്യം കാര്യങ്ങളെ വിശകലനം ചെയ്യേണ്ടതിന് തന്നിരിക്കുന്ന മാധ്യമമാണ് സ്തോത്രം, ഹല്ലേലൂയ, ആംഗ്യഭാഷ. രണ്ടാമതായി സ്തോത്ര സംസാര ഭാഷ. മൂന്നാമതായി വരമൊഴി. സ്തോത്രം, ഹല്ലേലൂയ. വ്യാസത്തിന്റെ 3 തലങ്ങൾ: ആംഗ്യഭാഷ, 2 സ്തോത്രം, ഹല്ലേലൂയ, സംസാര ഭാഷ, 3 സ്തോത്രം, ഹല്ലേലൂയ, എഴുത്തുഭാഷ, വരമൊഴി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. സ്തോത്രം. എന്തിനാണ്
ആംഗ്യഭാഷ. ഒരുവനോട് സ്തോത്രം ഹല്ലേലൂയ ആശയം കൈമാറാൻ വേണ്ടിയിട്ട് ഒരുക്കി തന്നിരിക്കുന്ന 3 പ്രത്യേക സ്തോത്രം ഹല്ലേലൂയ ഘടകങ്ങൾ. അതിനകത്ത് എന്തിനാണ് തന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ആശയവിനിമയം ചെയ്യുക. എൻ്റെ ആശയം സ്തോത്രം മറ്റൊരാളിലേക്ക് കൈമാറാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്നതാണ് സ്തോത്രം ഹല്ലേലൂയ വിദ്യാഭ്യാസം എന്നത്, അല്ലെങ്കിൽ ഭാഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യനായി ജീവിക്കാൻ വേണ്ടിയിട്ട് അവന് ആവശ്യമായ കാര്യാദികൾ ഈ ഭൂമിയിൽ അറിഞ്ഞ് ജീവിക്കേണ്ടതിന് ഒരു വസ്തുവിനെ ഇതാണ് ഒരു വസ്തു, ഇതാണ് അല്ലെങ്കിൽ ഈ വസ്തുവിൻ്റെ അല്ലെങ്കിൽ കൊണ്ടുള്ള പ്രയോജനം, ഈ വസ്തുവിനെ കൊണ്ടുള്ളതായ ഉപയോഗം ഇതാണ്, വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുവാൻ സ്തോത്രം ദൈവം തന്നിരിക്കുന്ന ഒരു സംവിധാനമാണ് വിദ്യാഭ്യാസം. ഒന്നുകൂടി ആഴത്തിൽ പറഞ്ഞാൽ സമൂഹത്തിൽ നല്ലൊരു വ്യക്തിയായി നല്ലൊരു കഴിവുള്ള ഓരോ മനുഷ്യൻ്റെയും അകത്ത് ദൈവം പകർന്നിരിക്കുന്ന കഴിവിനെ പുറത്തു കൊണ്ടുവരുന്നതാണ് വിദ്യാഭ്യാസം. ഒരു മനുഷ്യൻ്റെ അകത്ത് പകർന്നിരിക്കുന്ന കഴിവിനെ പുറത്തു കൊണ്ടുവരുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം. അതിന് എത്രത്തോളം ആ കഴിവിനെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുമോ അതിനെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദൈവം തന്നിരിക്കുന്ന വഴിയാണ് വിദ്യാഭ്യാസം എന്നത്. ഒരുവനെ രൂപമില്ലാത്തൊരു വസ്തുവിന് രൂപമുള്ള തലത്തിൽ ചെത്തി വെട്ടി ഞെരുക്കി എടുത്ത് ഒരു മാനപാത്രമാക്കി ഒരു ആയുധമാക്കി മാറ്റുന്നതാണ് വിദ്യാഭ്യാസം. ആയതുകൊണ്ട് ഒരു ക്രിസ്തീയ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നതും എന്താണ്? ക്രിസ്തീയ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിസ്തീയ വിദ്യാഭ്യാസം രൂപമില്ലാത്ത അതിക്രമങ്ങളാലും പാപങ്ങളാലും അല്ലെങ്കിൽ നശിക്കപ്പെട്ടതായ നമ്മെ ചെത്തി വെടിപ്പാക്കി ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി മാറ്റുന്നതാണ് ക്രിസ്തീയ വിദ്യാഭ്യാസം. അങ്ങനെയെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇപ്രകാരം പറയും: വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ. ഈ ഭൂമിയിലെ വിദ്യാഭ്യാസം കൊണ്ട് നമുക്കൊരാളെ ചെത്തി വെടിപ്പാക്കി കൊണ്ടുവരാൻ പറ്റും. എന്നാൽ ഒരു മനുഷ്യനെ ദൈവവുമായുള്ള ബന്ധത്തിൽ ചെത്തി ഒരുക്കി കൊണ്ടുവരുന്നത് മനുഷ്യന്റെ ചിന്താഗതികൾ കൊണ്ടോ ഒരിക്കലും ഒരുവനെ രൂപാന്തരപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് രൂപാന്തരപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റുന്നത്? ബൈബിൾ വിശദീകരിക്കുന്നു, ദൈവത്തിൻ്റെ വചനത്താലാണ്. ഒരു മനുഷ്യനെ വെട്ടി ഒരുക്കി നല്ല മനുഷ്യനാക്കി അവൻ്റെ സ്വഭാവത്തെ, അവൻ്റെ ചിന്താഗതികളെ വെട്ടി ഒരുക്കി നല്ല തലത്തിൽ കൊണ്ടുവരുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ, ദൈവവചനത്തിന് മാത്രമേ കഴിയുള്ളൂ. ഈ ഭൂമിയിലെ ഏതെല്ലാം വിദ്യാഭ്യാസ മേഖലയായാലും ഏതെല്ലാം തലത്തിലുള്ള ദുർഗുണ പാഠശാലയായാലും ഹല്ലേലൂയ അവൻ്റെ തലത്തിൽ ഒരുക്കി കൊണ്ടുവന്ന് പാപമില്ലാത്ത ഒരു മനുഷ്യനാക്കി മാറ്റുവാൻ കഴിയുകയില്ല. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, വചനമാകുന്ന ദൈവത്തെ ദൈവവചനത്തിൽ ആശ്രയം വെച്ച് ഒരുവനെ ജീവിതത്തെ ഒരുക്കി കൊണ്ടുവരുന്നെങ്കിൽ മാത്രമേ അവന് ഈ ഭൂമിയിൽ യഥാർത്ഥത്തിൽ നല്ല സ്വഭാവ രൂപീകരണമുള്ള ഒരു മനുഷ്യനായി വളരാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുന്നു, ജ്ഞാനം ആവശ്യമാണ്, ലോകത്തിലെ തിയറി ആവശ്യമാണ്. എന്നാൽ അതിനേക്കാൾ ഉപരി ദൈവമാണ് വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനമെന്ന് ബൈബിൾ വിശദീകരിക്കുന്നു. എന്താണ് നമ്മോട് പറയുന്നത്? യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അങ്ങനെയെങ്കിൽ ദൈവഭക്തിയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആരംഭം. ഹല്ലേലൂയ. അച്ചടക്കമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഹല്ലേലൂയ പടികളിലേക്ക് നമ്മെ കയറ്റിക്കൊണ്ടുവരുന്നത്. ദൈവത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും നിനക്ക് ബോധമുണ്ടെങ്കിൽ ആ വചനം നിന്നെ ജീവിപ്പിക്കും എന്നാണ് ബൈബിൾ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന, പരിജ്ഞാനത്തിൽ വളരുന്ന ഒരു ദൈവ പൈതൽ വിദ്യാഭ്യാസത്തിന് 2ാം സ്ഥാനം കൊടുക്കുക. 1ാം സ്ഥാനം ദൈവവചനത്തിനും ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കും പഠനങ്ങൾക്ക് 1ാം സ്ഥാനം കൊടുക്കണമെന്ന്
ബൈബിൾ വിശദീകരിക്കുന്നു. ആയതുകൊണ്ട് രണ്ടാമത്തെ പാർട്ട് ഞാൻ ഇപ്രകാരം പറയുന്നു: വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ജീവിക്കാമെന്നല്ല, ദൈവഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാം. സ്തോത്രമല്ലേ. ദൈവഭക്തി ഉണ്ടെങ്കിൽ ശരിയായ തലത്തിൽ ഒരു സ്വഭാവമുള്ള വ്യക്തിയായി എനിക്ക് വളരാൻ കഴിയും. അതിനെക്കുറിച്ച് വിശാലമായ അനവധി പഠനമുണ്ട്. സമയം നമ്മുടെ മുന്നിൽ ദൈർഘിക്കൊണ്ട് ഞാൻ ഓടി വരുന്നു. മൂന്നാമത്തെ ചിന്തയാണ് സ്തോത്രമല്ലേലൂയ, നിറത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ജാതിയുടെയും വ്യവസ്ഥ. ഇന്ന ജാതിയിൽ സ്തോത്രം, ഇന്ന മതം എന്നീ, അല്ലെങ്കിൽ ഇന്ന ജാതി, അല്ലെങ്കിൽ നിറക്കാരൻ, സ്തോത്രം, ഇന്ന ജാതിക്കാരൻ എന്ന് പറഞ്ഞ് സ്തോത്രമല്ലേലൂയ ലോകത്തിൽ അധിക്ഷേപിക്കപ്പെടുന്ന ഒരു വലിയ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ കൂട്ടം നമുക്ക് പഠിക്കാൻ പറ്റും. ഇന്ന് ഫേസ്ബുക്ക് തുറന്നാലും സ്തോത്രം ഹല്ലേലൂയ, മറ്റ് ഹല്ലേലൂയ മാധ്യമങ്ങൾ തുറന്നാലും നമുക്ക് കാണാൻ പറ്റുന്ന ഇപ്രകാരമാണ്. സ്തോത്രം ഹല്ലേലൂയ, ഹല്ലേലൂയ ജാതിയുടെ പേര് പറഞ്ഞ് തരം താഴ്ത്തപ്പെടുന്ന അനുഭവം സ്തോത്രം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ, വടക്കേ ഇന്ത്യയുടെ ഭാഗങ്ങളിൽ സ്തോത്രം ഹല്ലേലൂയ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിക്രൂരമായി സ്തോത്രം ഹല്ലേലൂയ, ഹല്ലേലൂയ താഴ്ന്ന ഹല്ലേലൂയ ജാതിയിൽപ്പെട്ട പ്രിയപ്പെട്ടവരെ, സ്തോത്രം മേലാളിത്തന്മാരുടെ സ്തോത്രം ഹല്ലേലൂയ കടന്നുകയറ്റത്തെ നമ്മൾ മനസ്സിലാക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം ഹല്ലേലൂയ ലോകത്തിൻ്റെ ആദ്യ പാഠം ജാതിക വ്യവസ്ഥിതിയിൽ താണവന്റെ മുകളിൽ സ്തോത്രം ഹല്ലേലൂയ മേൽജാതിക്കാരൻ്റെ സ്തോത്രം ഹല്ലേലൂയ കടന്നുകയറ്റം സ്തോത്രം എല്ലാ കാലഘട്ടത്തിലും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ദൈവസഭയ്ക്കകത്ത് കടന്നു വരുന്ന ഒരു ദൈവ പൈതൽ ജാതിക സ്തോത്രം ഹല്ലേലൂയ മേലാളിത്തം സ്തോത്രം തുടരാൻ പാടില്ല എന്നും അതിനെ മരിപ്പിക്കണമെന്നാണ് ബൈബിൾ വിശദീകരിക്കുന്നത്. നിറത്തിൻ്റെ പേരിൽ സ്തോത്രം ഹല്ലേലൂയ ഒരു ദൈവ പൈതലിനെ, ഒരു ദൈവദാസനെ, ദൈവമക്കളെ സ്തോത്രം മാറ്റി നിർത്താൻ പാടില്ല എന്നാണ് ബൈബിളിൽ നമ്മൾ വിശദീകരിക്കുന്നത്. നിറത്തിൻ്റെ പേരിലും വർണ്ണത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും സ്തോത്രം ഹല്ലേലൂയ ഹുങ്ക് കാണിക്കുന്നെങ്കിൽ, ജാതിയുടെ പേരിൽ സ്തോത്രം ഹല്ലേലൂയ, നിറത്തിൻ്റെ പേരിൽ സ്തോത്രം ഹല്ലേലൂയ മറ്റുള്ള മുന്നിൽ സ്തോത്രം ഞാൻ ഇന്ന വീട്ടുകാരനാണ്, ഞാൻ ഇന്ന ജാതിക്കാരനാണെന്ന് സ്തോത്രം ഹല്ലേലൂയ ക്രെഡിറ്റ് എടുക്കുന്നെങ്കിൽ സ്തോത്രം ബൈബിൾ പറയുന്നു അതിനെ മരിപ്പിക്കണമെന്ന് ബൈബിൾ വിശദീകരിക്കുന്നു. ഇന്ന വീട്ടിൽ ഞാൻ ജനിച്ചു എന്നും ഇന്ന സ്തോത്രമിൽ കുലത്തിൽ ഞാൻ ജനിച്ചു എന്നും അവകാശപ്പെട്ട് താഴ്ന്ന ജാതിക്കാരനെ സ്തോത്രം അവഹേളിക്കുന്നെങ്കിൽ ബൈബിൾ വിശദീകരിക്കുന്ന ഇപ്രകാരമാണ്: ലോകത്തിൻ്റെ ആദ്യ പാഠം സംബന്ധിച്ച് താങ്കൾ മരിച്ചിട്ടില്ല എന്നാണ്. അങ്ങനെയെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറഞ്ഞ് ഇങ്ങനെ അവസാനിപ്പിക്കുന്നു. സമയം നമ്മുടെ അതിക്രമിക്കുന്നത് കൊണ്ട് സ്തോത്രം ഹല്ലേലൂയ ജാതിയുടെയും വർണ്ണത്തിൻ്റെയും സ്തോത്രം നിറത്തിൻ്റെയും പേരിൽ ദൈവസഭയിൽ കടന്നു വരുന്നവർക്ക് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം വേർതിരിവില്ല എന്നും, ആ വേർതിരിവ് നിങ്ങളുടെ ജീവിതത്തിൽ സ്തോത്രം കടന്നു വരും. പണമില്ലാത്തവനെ നിങ്ങൾ വേർതിരിക്കുന്നെങ്കിൽ, വിദ്യാഭ്യാസമില്ലാത്തവനെ നിങ്ങൾ വേർതിരിക്കുന്നെങ്കിൽ, ജാതിയിൽ കുറഞ്ഞു എന്ന ജാതിയിൽപ്പെട്ടവനെ നിങ്ങൾ വേർതിരിക്കുന്നെങ്കിൽ, നിറത്തിൻ്റെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ നിങ്ങൾ മാറ്റി നിർത്തുന്നെങ്കിൽ, അവനുമായി സംസാരിക്കാതെ, അവനുമായി ഭക്ഷിക്കാതെ, അവനുമായി യാത്ര ചെയ്യാതെ, അവനുമായി ഒരുമിച്ച് ആരാധിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിങ്ങളുടെ അകത്തളങ്ങളിലെങ്കിൽ അത് ലോകത്തിൻ്റെ ആദ്യ പാഠമാണ്. അത് സംബന്ധിച്ച് നിങ്ങൾ മരിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല എന്നാണ് ബൈബിൾ വിശദീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സ്തോത്രം അനവധിയുണ്ട്. സ്തോക്കളുടെ ഭാവിയുടെ സമയം വരുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ വർണ്ണത്തിൻ്റെ പേരിലും, ജാതിയുടെ പേരിലും, നിറത്തിൻ്റെ പേരിലും, സമ്പത്തിൻ്റെ പേരിലും, വിദ്യാഭ്യാസത്തിൻ്റെ പേരിലും സ്തോത്രം ഹല്ലേലൂയ മാറ്റി നിർത്തുമ്പോൾ ഒരു ദൈവ പൈതൽ മനസ്സിലാക്കേണ്ട കാര്യം, സ്തോത്ര വിദ്യാഭ്യാസമില്ലെങ്കിലും, സമ്പത്തില്ലെങ്കിലും, സ്തോത്ര സൗന്ദര്യമില്ലെങ്കിലും, സ്തോത്രം ഹല്ലേലൂയ ഈ ഭൂമിയിൽ സ്തോത്രം നല്ല കുലത്തിൽ ജനിച്ചില്ല എങ്കിലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവകൃപയുള്ളവനെ മാറ്റി നിർത്തരുത്. സ്തോത്രം ദൈവാത്മാവുള്ളവനെ മാറ്റി നിർത്തരുത്. സ്തോത്രം ഹല്ലേലൂയ. കാരണം സ്വർഗത്തിലെ കുടുംബത്തിലെ അംഗമാണ് നാം ഓരോരുത്തരും. ഒരപ്പത്തിൻ്റെ അംശമാണ്, ഒരു രക്തത്തിൻ്റെ വിലയാണ്. ആയതുകൊണ്ട് അത് സംബന്ധമായി മരിക്കണമെന്ന് ബൈബിൾ വിശദീകരിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളെ സംബന്ധിച്ച് മരിച്ചവരാകുക. സ്തോത്രം ഹല്ലേലൂയ മരിപ്പിക്കുക. അങ്ങനെ പണമില്ലാത്തതിൻ്റെ പേരിൽ, സ്തോത്രം ഹല്ലേലൂയ നിറമില്ലാത്തതിൻ്റെ പേരിൽ, വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ പേരിൽ, ഉന്നത കുലത്തിൽ ജനിക്കാത്തതിൻ്റെ പേരിൽ
അവഗണിക്കുന്ന ഒരു മനോഭാവം ഒരു ദൈവവൈതൻ ഉണ്ടാകാൻ പാടില്ല. അത് സംബന്ധമായി മരിപ്പിക്കണമെന്ന് ബൈബിൾ വിശദീകരിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. ഈ പാഠത്തിൻ്റെ അടുത്ത തലത്തിലേക്ക് നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ കുറച്ചുകൂടി ആഴം ഇതിനെ നമുക്ക് മനസ്സിലാക്കാം എന്ന് കർത്താവിൽ ആഗ്രഹിച്ചുകൊണ്ട് ഈ എപ്പിസോഡോട് അവസാനിപ്പിക്കുന്നു. ഇനിയൊരു എപ്പിസോഡ് കാണുന്നത് വരെ കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് മറയാം. അന്യോന്യം പ്രാർത്ഥനയിൽ ഓർക്കാം. ഗോഡ് ബ്ലസ് യു. ആമേൻ. ആമേൻ.